ഫ്രണ്ട്സ്, കുടുംബശ്രീ ശാരദയുടെ പുതിയ റിവ്യൂ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നാളത്തെ എപ്പിസോഡ് വന്നിട്ട് നമ്മുടെ രോഹിത് എന്നിട്ട് മോളുടെ അടുത്ത് സംസാരിക്കുകയാണ്. മോളെ, നിൻ്റെ ബർത്ത്ഡേ അല്ലേ, നല്ല സന്തോഷത്തോടു കൂടി ഇരിക്കണ്ടേ എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുകയാണ് മോളുടെ അടുത്ത്. അതേസമയം നമ്മുടെ ശാലിനി അപ്പുറത്ത് വേറൊരു മീറ്റിംഗ്, അപ്പുറത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ സ്ഥലത്തൊരു മീറ്റിംഗ് കോളനിയിൽ അറേഞ്ച് ചെയ്യണം. അവിടെ സരോജിനി ഉണ്ട്, വിക്ടർ ഉണ്ട്, നമ്മുടെ സജി എന്ന് പറഞ്ഞ ഒരാളുണ്ട്. ഇവരൊക്കെ ഉണ്ട് അവിടെ. അപ്പോൾ സംസാരിക്കണം, ഹരീഷ് എന്ന് പറഞ്ഞ ആളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവരെല്ലാവരും കൂടിയിട്ട് സംസാരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ശാലിനി ഇവർ മീറ്റിംഗ് കൂടിയിട്ട് പറഞ്ഞു, നിങ്ങളുടെ മക്കളൊക്കെ എന്ത് ചെയ്യണം ചോദിക്കുമ്പോൾ അവർ എന്ത് ചെയ്യാനാ, അവർ ഒരുവിധം പ്രായമാകുമ്പോൾ പെൺകുട്ടികളാണെന്നുണ്ടെങ്കിൽ കൊട്ട ചുമക്കാനും മീനിൻ്റെ ഇതൊക്കെ വല നെയ്യാനും അങ്ങനെയൊക്കെ വിടും. ആൺകുട്ടികളാണെന്നുണ്ടെങ്കിൽ ബോട്ടിൽ കയറ്റിയിട്ട് വിടും. പെൺകുട്ടികൾക്ക് കഴിയില്ലല്ലോ, കഴിയുന്നവനെയൊക്കെ അങ്ങനെ വിടും. അതെന്തുകൊണ്ട് അവരെ പഠിക്കാൻ വിടുന്നില്ല? പഠിക്കാൻ വിട്ട് കഴിഞ്ഞാലും അവർക്ക് പൈസ കൊടുക്കാനും ഇതൊന്നും ഇല്ലല്ലോ എന്നൊക്കെ പറയുമ്പോൾ അവൾക്ക് സങ്കടം വരും. എന്തുകൊണ്ട് കുട്ടികളെ പഠിക്കാൻ വിടാണ്ട് ഇങ്ങനെയുള്ള ബാലവേല ചെയ്യിപ്പിക്കുന്നു എന്നുള്ളൊരു ഇതിൽ. അപ്പോൾ അവൾ പറയും, ഈ കോളനിയിൽ അങ്ങനെ ഇനി പറ്റില്ല, എല്ലാ കുട്ടികളും പഠിച്ച് നല്ല ജോലി വാങ്ങിക്കണം, ആ ഒരു രീതിയിൽ വേണം നമ്മളിവിടെ നിലനിർത്താൻ. സർക്കാർ നമുക്ക്, അപ്പോൾ അവൾ പറയും, സർക്കാർ അങ്ങനെ നമുക്ക് തരുന്നില്ലല്ലോ മാഡം എന്ന് പറയുമ്പോൾ, സർക്കാർ തരുന്നില്ല, പക്ഷേ കഴിഞ്ഞ സാക്ഷരത അതിൽ കണക്ക് കൂട്ടുമ്പോൾ ഏറ്റവും കൂടുതൽ നല്ല രീതിയിൽ തന്നെ പൈസൻ്റെ ഇടപാടുകളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പം നമ്മൾ തന്നെ നേതൃത്വം കൊടുത്തിട്ട് വേണം ഇതിൽ പൈസൻ്റെ കാര്യങ്ങളും എല്ലാം ചെയ്തിട്ട് നമ്മൾ നേതൃത്വം കൊടുത്തിട്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ശാലിനി പറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പറയും, അതെങ്ങനെ വേണം, സ്കൂളുകളിൽ ഓരോ ആളുകൾ സ്പോൺസർ ചെയ്യുന്ന രീതിയിലാക്കണം. ഇത്രയും ആളുകൾ 1 രൂപ വെച്ചെടുത്ത് കഴിഞ്ഞാൽ ഓരോ കുട്ടികൾക്ക് പഠനാവശ്യത്തിനുള്ളതായി എന്നൊക്കെ പറഞ്ഞിട്ടാണ് പറയണത്, വീട്ടിലേക്കുള്ളത്. അപ്പോൾ അതിനുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിയും. അപ്പോൾ നിങ്ങളിൽ ഓരോരുത്തർ നേതൃത്വം കൊടുക്കണം. സജി, നീ നേതൃത്വം കൊടുക്കണം പറയുമ്പോൾ വിക്ടർ പറയും, കഴിഞ്ഞ വെള്ളത്തിൽ മുങ്ങിപ്പോയതിന് തന്നെ ഇതിന് മുക്കാൻ നോക്കിയതാണ് പറയുമ്പോൾ തലതാത്തും പറയും, ഇനി അത് ചെയ്യാതിരിക്കാൻ ശ്രമിക്കാമല്ലോ. സരോജിനി, നീയും അതുപോലെ ഓരോ കാര്യങ്ങൾ ചെയ്യണം എന്ന് പറയുമ്പോൾ, മാഡം നിങ്ങൾ തന്നെ ഇതിന് നേതൃത്വം കൊടുക്കണം, ഇതിനൊരു പേര് ഇടണം പറയുമ്പോൾ, എന്ത് പേരാ മാഡം എന്ന് പറയുമ്പോൾ, ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട് അല്ലേ, അനുപലവി എന്ന് പറഞ്ഞിട്ട് ഏൺ മിഷൻ എന്ന് പറഞ്ഞിട്ട് പറയും. അപ്പോൾ എല്ലാവരും കൈയടിച്ചത് പാസ്സാക്കും, കാരണം അവർക്കൊക്കെ അത് ഇഷ്ടപ്പെട്ടു, സമ്പാദിക്കുന്നത് എന്നാണല്ലോ എന്ന് പറയും. അങ്ങനെ അവർക്ക് സന്തോഷമായി. അവർ പറയും, മാഡത്തിൻ്റെ കാലിൽ തൊട്ട് ഞാനൊന്ന് നമസ്കരിച്ചോട്ടെ, എൻ്റെ വയസ്സിന് ഇളയതാണെങ്കിലും എന്ന് പറയുമ്പോൾ, എന്താ നീ കാണിക്കുന്നത്, അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ശാലിനി പറയുകയാണ് ചെയ്യുന്നത്. ഞങ്ങൾക്ക് വേണ്ടി ഒരുപാട് ഉപകാരങ്ങൾ ചെയ്യുന്നുണ്ട്, അതെൻ്റെ കടമയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ശാലിനി പറയുകയാണ്. അപ്പോൾ പിന്നെ നമ്മൾ ആരെങ്കിലും ഒരു ഉപകാരം ചെയ്യുന്നത് വേറെ ആരും അറിയാത്ത രീതിയിൽ, അല്ലാണ്ട് സ്പോൺസർ ആണെന്നുണ്ടെങ്കിൽ അത് കാഴ്ചക്കാർ, മീഡിയ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയാസ് വഴിയൊന്നും അങ്ങനെ കാണിക്കാതെ വേണം, അല്ലെങ്കിൽ അത് അടിമത്വവും മുതലാളിത്തവും ആവും. അങ്ങനെ അതൊന്നും ചെയ്യാതെ അറിയാത്ത രീതിയിൽ വേണം സ്പോൺസർ, അതിന് വേണ്ടിയിട്ടാണ് നേതൃത്വം കൊടുത്ത ഒരാളുകളെ നിർത്തുന്നത് എന്ന് കൊണ്ട് ശാലിനി പറയും. പിന്നെ നമ്മൾ ഇപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് സോഷ്യൽ മീഡിയാസ് വഴിയൊക്കെ അറിയിക്കുക എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ശാലിനി പറയണം. അപ്പോൾ എല്ലാവർക്കും അത് ഇഷ്ടപ്പെട്ട് എല്ലാവരും കൈയടിച്ച് പാസ്സാക്കുകയാണ് ചെയ്യുന്നത്. എല്ലാവരും ഒത്തൊരുമയോടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് എന്തും നേടാമെന്നുള്ളൊരു രീതിയിലാണ് ശാലിനി ആ മീറ്റിങ്ങിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിനുശേഷം നമ്മുടെ അവിടെ വീട്ടിലാണ് കാണിക്കുന്നത്. എന്നിട്ട് പപ്പിമോൾ ആകെ സങ്കടത്തിൽ നിൽക്കുകയാണ്, അവളുടെ ബർത്ത്ഡേ വിഷയം വിളിച്ചില്ലല്ലോ എന്ന് പറഞ്ഞിട്ട്. പപ്പിമോൾ വിളിക്കുകയാണ്. പപ്പിമോൾ വിളിക്കുമ്പോൾ കിട്ടില്ല. അപ്പോൾ നമ്മുടെ രോഹിത് ഫോൺ കൊണ്ട് കൊടുക്കും, നമ്മളെ വിളിച്ചോ എന്ന് പറഞ്ഞിട്ട് രോഹിത് കൊടുത്തിട്ട് പോവുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അപ്പോൾ അവൾ ഫോൺ വിളിക്കും. അപ്പോൾ ശാലിനിയും സത്യമോളും അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. അമ്മേ, നാളെ എൻ്റെ ബർത്ത്ഡേ ആണല്ലോ അമ്മേ എന്ന് പറയും. അപ്പോൾ മോളെ, നിൻ്റെ ബർത്ത്ഡേ ആണല്ലേ നാളെ എന്ന് പറയുമ്പോഴാണ് പപ്പിമോളുടെ നിന്ന് സത്യമോൾക്ക് കോൾ വരിക. ഹലോ പപ്പിമോളെ, നിൻ്റെ ഫോൺ വിളിച്ചല്ലോ, സ്വിച്ച് ഓഫ് ആയിരുന്നല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് പപ്പിമോൾ സത്യമോളുടെ അടുത്ത് പറയുമ്പോൾ പറയാം, അത് എടുക്കാൻ പറ്റിയില്ല എന്നൊക്കെ പറയുമ്പോൾ വിഷ്ണു മോളിൽ നിന്ന് സ്റ്റെപ്പ് ഇറങ്ങി വരുമ്പോൾ പപ്പി സത്യനോട് സംസാരിക്കുന്ന പറയുമ്പോൾ വേഗം വന്നിട്ട് അടുത്തിരുന്നിട്ട് ലൗഡിലിടുക പറയും. അപ്പോൾ നാളെ വരുമോ ചോദിക്കുമ്പോൾ, അയ്യോ സത്യാമ്മയ്ക്ക് എന്നോട് ദേഷ്യമില്ലേ, ഞാനെങ്ങനെ വരില്ല, അതൊക്കെ മാറി വരുമോ ചോദിക്കും. അപ്പോൾ പറയും, അത് പിന്നെ എന്ന് പറഞ്ഞിട്ട് പറയുമ്പോൾ നാളെ വരുമോ എന്ന് ചോദിക്കും. പക്ഷേ ബർത്ത്ഡേ ആണെന്ന് പറയുന്നില്ല കേട്ടോ. എന്നിട്ട് പറയും, അപ്പോൾ മോളെ സത്യ അമ്മയുടെ കയ്യിലൊന്നും കൊടുക്കുക പറയും. അപ്പോൾ ആൻറ്റി എന്ന് പറയുമ്പോൾ വിഷ്ണുവിന് സന്തോഷമാവും. ആൻറ്റി നാളെ വരുമോ എന്ന് ചോദിക്കുമ്പോൾ, മോളെ സത്യാമ്മ സമ്മതിക്കില്ലല്ലോ, എന്നോട് ദേഷ്യമല്ലേ മോളെ എന്നൊക്കെ പറഞ്ഞിട്ട് പറയും.
അപ്പോഴാണ് പറയുക, അയ്യോ എനിക്ക് അയ്യോ ഞാൻ എന്ത് ചെയ്യുക മോളെ, പറ്റില്ല എന്നൊക്കെ പറയുമ്പം വന്നേ പറ്റുള്ളൂ, ഇവിടെ സത്യാമ്മയ്ക്കൊന്നും ദേഷ്യമൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ശാലിനോട് പറയുകയാണ് ചെയ്യുന്നത്. അപ്പം ഹാപ്പി ആയിട്ട് ശരി ശാലിനി പറയും, കുട്ടികളുടെ സന്തോഷമല്ലേ, സത്യാമ്മയ്ക്ക് ദേഷ്യമൊന്നും ഇല്ല എന്ന് പറഞ്ഞിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ വന്നോന്ന് പറയുമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പറയും. ശരി എന്നാൽ മോളെ ഞാൻ വിടാം, നാളെ മോളെയും വിടാം, വരാമെന്ന് പറയും. അപ്പോൾ താങ്ക് യു ആൻറ്റി എന്ന് പറഞ്ഞിട്ട് ഉമ്മയൊക്കെ കൊടുക്കുമ്പോൾ അവൾക്ക് വളരെ സന്തോഷവും, പപ്പിക്കും സന്തോഷവും, സത്യയ്ക്കും സന്തോഷവും, ശാലിനിക്കും സന്തോഷവും, വിഷ്ണുവിന് അതിലേറെ സന്തോഷവും. പക്ഷെ അത് പ്രകടിപ്പിക്കാൻ പറ്റില്ലല്ലോ. പ്രകടിപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് എന്താണ് സത്യം കണ്ടുപിടിക്കേണ്ടതെന്ന് അവർക്ക് ഇതായി പോവില്ലേ. അങ്ങനെയായിട്ട് ഇപ്പം നിലവിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ നാളെ ഇനിയും ബർത്ത്ഡേക്ക് വരുമോ എന്നുള്ളത് നമുക്ക് തന്നെ വെയിറ്റ് ചെയ്തിട്ട് കാണാം. അതിൻ്റെ ഇടയിൽ നമ്മുടെ സത്യാമ്മ ഇനി വഴക്കുണ്ടാക്കുമോ, ശാലിനിയും നമ്മുടെ സത്യമോളിനെയും കാണുമ്പോൾ ഇനി എന്തൊക്കെ പറയുമെന്നുള്ളത് അറിയില്ല. കുഞ്ഞു മനസ്സുകളല്ലേ, അത് വേദനിക്കും. അപ്പോൾ എന്താണെന്നുള്ളത് ഞാൻ നാളത്തെ ഫുൾ റിവ്യൂ ആയിട്ട് ഇനിയും വരുന്നതായിരിക്കും. വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. 2 വീഡിയോസ് ഇടുന്നുണ്ട്, അതെല്ലാം ഒന്ന് കണ്ട് ലൈക്ക് ചെയ്യുക. ഓക്കെ, താങ്ക് യു ഓൾ.